CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് അവതരിപ്പിച്ചിട്ടുണ്ട്. അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന നിലപാടായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന മതനിരപേക്ഷതയും സോഷ്യലിസവും ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ നിന്ന് മാറ്റണം എന്നിപ്പോഴും പറഞ്ഞിരിക്കുകയാണ്. അടിയന്തരാവസ്ഥ കാലത്ത് കൂട്ടിച്ചേർക്കപ്പെട്ടതാണിത് എന്ന വാദമാണ് അവർ മുന്നോട്ടേക്ക് വെക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന നിലപാടുകളിൽ മാറ്റം വരുത്താൻ പാടില്ല എന്ന വിധിയാണ് കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന കാര്യങ്ങളാണ് സമത്വത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും എന്ന് പറഞ്ഞാൽ എല്ലാ മതത്തിലും വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം ഭരണഘടനയിൽ ഉൾച്ചേർത്തിരുന്ന ഒന്ന് തന്നെയാണ്. മൗലികാവകാശത്തിൽ ഉൾപ്പെട്ടതാണ് സമത്വവും അതുപോലെ മതനിരപേക്ഷതയും. ഭരണഘടന ഉൾക്കൊണ്ട ഈ പൊതുവായ കാഴ്ചപ്പാട് അതിൻ്റെ പ്രിയാമ്പിളിൽ ഉൾപ്പെടുത്തി എന്നുള്ളത് മാത്രമാണ് അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ഉണ്ടായത്. അല്ലാതെ മൗലികമായ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടില്ല. പക്ഷേ അതും അനുവദിക്കില്ല. പ്രിയാമ്പിളിൽ വരുത്തിയ ഈ മാറ്റം അനുവദിക്കുന്നതല്ല എന്ന നിലപാടാണിപ്പോൾ സ്വീകരിക്കുന്നത്. ഭരണഘടനാപരമായ മൗലികാവകാശത്തിൻ്റെ ഭാഗമായിട്ട് ചൂണ്ടിക്കാണിച്ച സോഷ്യലിസത്തിൻ്റെയും സമത്വത്തിൻ്റെയും ഏത് മതത്തിൽ വിശ്വസിക്കാനുള്ള അവൻ്റെ അവകാശത്തെയും മതനിരപേക്ഷ ഉള്ളടക്കത്തെയും ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി RSS എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടാണ് യഥാർത്ഥത്തിൽ വീണ്ടും ആവർത്തിച്ച് ഏതെങ്കിലും ഒരു MLA MP എന്നല്ല, ഒരു RSSന്റെ സംഘപരിവാറിന്റെ ഏറ്റവും പ്രമുഖനായ നേതാവ് ഇപ്പോഴും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും ഉള്ളടക്കത്തെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം MV ഗോവിന്ദൻ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനായി ചേർന്ന വാർത്താ സമ്മേളനമാണ് അവിടെ നടക്കുന്നത്.